പ്രിയപ്പെട്ട നമസ്കാരം. നമ്മുടെ സീരീസിന്റെ ഏകദേശം 19ാമത്തെ എപ്പിസോഡാണിന്ന്. കഴിഞ്ഞ പ്രാവശ്യം മൂവി തുടങ്ങിയതും അതുമായിട്ട് നിന്നുപോയ സിറ്റുവേഷനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ കുറച്ച് പാഠങ്ങളും അതിലെ സാമ്പത്തിക നഷ്ടവും മാനസിക വിഷമങ്ങളും പാഠങ്ങളുമൊക്കെയാണ്. അതേപോലെ തന്നെ ആദ്യമായി എനിക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ തുടങ്ങിയതും ഈ ഒരു മൂവിയിൽ കൂടിയാണ്. ഇന്ന് കുറേയധികം ശത്രുക്കളുണ്ട്. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൽ ഒരു അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ശത്രുക്കളായതാണ്. അപ്പം സിനിമ തുടങ്ങുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ശത്രു എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഏതൊരു കാര്യത്തിനും തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയാലും അല്ലെങ്കിൽ ഈഗോ ചിന്താഗതികളും മറ്റ് ഒരുപാട് ക്ലാഷുകളുണ്ട്. ബിസിനസ്സിനകത്തായാലും ജീവിതത്തിനകത്തായാലും അത് ഏത് കലാമേഖല എടുത്താലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശത്രു ഇല്ലാതെ ഒരു മിത്രം ഉണ്ടാവില്ല. ഒരു മിത്രമില്ലാതെ ഒരു ശത്രു ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പോളിസി നമ്മുടെ ലോകത്തുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും പടമൊക്കെ സ്റ്റോപ്പ് ആയതിനു ശേഷം ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ വാക്ക് പറഞ്ഞ ആൾക്കാരടിക്കുക തീർച്ചയായിട്ടും പറയാനും അവരെ വിളിച്ചിട്ട് അവസരങ്ങൾ കൊടുക്കാനും പറ്റും. നേരെ മറിച്ച് സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ ഫണ്ടില്ലാതെ വരുന്ന ഒരു നിമിഷം. അപ്പോൾ തീർച്ചയായിട്ടും അസ്തമിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. അതിനകത്തുനിന്ന് കുറച്ച് ക്രൂസിനെ കണ്ടെത്തിയിട്ടാണ് പിന്നീട് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയത്. ആ ഷൂട്ട് തുടങ്ങാൻ പഴയ വിളിച്ച ആർട്ടിസ്റ്റിനെ ഫുള്ള് നമുക്ക് ഏകദേശം ഒരു 90% ആൾക്കാരെ മാറ്റി നിർത്തേണ്ടി വന്നു. കാരണം പിന്നെ ഈ ഷൂട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതായത് ഔഡി പ്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ പ്രൊഡ്യൂസർ പോയ സ്ഥിതിക്ക് എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ക്യാമറയ്ക്കും ഫുഡ്, റൂമുകൾ, വാഹനങ്ങൾ, അതിൻ്റെ എണ്ണകൾ, എഡിറ്റിങ്, ഡബ്ബിങ്, ബിജി, ഫോളി ഇതൊരു വലിയ ലോകമാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ദിവസത്തെ അല്ല ഒരു മണിക്കൂറത്തെ ഷൂട്ട് നടക്കത്തില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസറൊന്നും നമുക്ക് കിട്ടത്തില്ലെന്ന് പണ്ടേ ഉറപ്പിച്ചതാണ്. കാര്യം ഒരുപാട് കഥയായിട്ട് ഞാൻ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇക്ക ഒന്ന് സപ്പോർട്ട് തന്നു. പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടു, പൂജ ചെയ്തു. 2 ദിവസം ഷൂട്ട് കഴിഞ്ഞു. പിന്നീട് അത് നിൽക്കുന്നു. ആ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ ഫുള്ള് വേസ്റ്റായി. വേസ്റ്റായെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനത് ട്രെയിലറിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പാട്ട് സീനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പടത്തിനകത്ത് തന്നെ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കണ്ടിന്യൂറ്റി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്തായാലും ഷൂട്ട് ചെയ്ത സാധനം വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് കുറേയൊക്കെ ഒരു 90% സാധനം ഞാനത് ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മുടെ ഔഡി പ്ലസിലെ കാറൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് 6500 രൂപ മുടക്കി നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം അത് നമ്മുടെ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവമായി പോയി. പിന്നീട് അത് കിട്ടിയില്ല ആ കാർ. അതുകൊണ്ട് തന്നെ ആ സീനുകളൊക്കെ എടുത്ത് കളയേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ ആദ്യം ഇട്ട ഒരു ട്രെയിലറിനകത്ത് അത് ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. അത് മാഗസിൻ മീഡിയ അങ്ങനെങ്ങാണ്ട് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതിന്റെ ട്രെയിലർ റിലീസായത്. ഇപ്പോൾ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ശത്രുക്കൾ ഉണ്ടാവാനുള്ള ഒരു കാരണം അതായത് ഔഡി പ്ലസിനകത്തുനിന്ന് ശത്രുക്കളും കുറേ സാമ്പത്തിക നഷ്ടവും കുറേ മാനസികമായ നഷ്ടവും ഒരുപാട് ശാരീരികമായ പ്രശ്നവും എനിക്ക് നേരിട്ടിട്ടുണ്ട്. അലച്ചിലായിരുന്നു. കാരണം സിനിമ എന്താണെന്ന് അറിയാൻ വയ്യാതെ തന്നെ ഞങ്ങൾ ഇറങ്ങിയ ഒരു മേഖലയാണ് ആഗ്രഹങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പൈസ മുടക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം വേട്ടപ്പട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നമ്മൾ തുടങ്ങുകയും അതിൽ വികാസ് എന്ന് പറയുന്ന ആൾ വരികയും പിന്നെ പ്രമോദ് എന്ന് പറയുന്ന ഒരു ആൾ വരികയും പിന്നെ ജിബിൻ മഞ്ഞപ്ര അങ്ങനെ കുറച്ച് ആൾക്കാർ ക്രൂസ് വന്നപ്പോൾ നമുക്ക് ഈ മുടങ്ങി കിടക്കുന്ന പ്രോജക്റ്റിനെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ എല്ലാം കൂടെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. കോർഡിനേറ്റ് ചെയ്ത് അവരൊക്കെ പറ്റുന്ന പൈസകളൊക്കെ ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ പല ആൾക്കാരും എനിക്ക് പണി തന്നിട്ടുണ്ട്. കാര്യം ആദ്യം ഒരാഴ്ചത്തെ ഷെഡ്യൂൾ വെച്ചു. ആ ഒരു ഷെഡ്യൂളിന് കറക്റ്റ് പൈസ തരാമെന്ന് പറഞ്ഞ കുറച്ച് ആർട്ടിസ്റ്റുകൾ പുതിയതായിട്ട് അവസരം കൊടുത്ത ആർട്ടിസ്റ്റുകൾ തന്നില്ല. അപ്പോൾ ബാധിക്കുന്നത് ഞാനാണ് ക്യാമറ വിളിച്ചത്, ഞാനാണ് റൂം റെന്റ് എടുത്തത്. എൻ്റെ തലയിലേക്കായി ഇതെല്ലാം വരുന്നത്. കാര്യം അവർ പൈസ തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ 10,000 തരാമെന്ന് പറഞ്ഞെടുത്ത് ചിലപ്പോൾ 3,000 ആയിരിക്കും തരുന്നത്. അപ്പം ബാക്കി 7,000 രൂപ എൻ്റെ കടമാണ്. അങ്ങനെ ഒരു 2-3 ആൾക്കാർ ക്ലാഷ് ആയപ്പോൾ ക്യാമറാമാൻ്റെ ഫണ്ട് മുടങ്ങി. അയാൾ ഫണ്ട് കൊടുക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങില്ല. റൂമിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഓരോ ദിവസവും ക്യാഷ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ റെന്റ് കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം, റൂമിന്റെ വാടക കൊടുക്കണം. അങ്ങനെ വലിയൊരു ബാധ്യതയിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം ഈ പൈസ തരാമെന്ന് പറഞ്ഞ ആൾക്കാർ തരാതെ നിൽക്കുമ്പോൾ നമ്മൾ പട്ടിണിയാവുന്നു, ഷൂട്ട് മുടങ്ങുന്നു, ലോഡ്ജിന്റെ റെന്റ് കൂടുന്നു, ക്യാമറാമാന്റെ അവരുടെ ഫുഡിന്റെ പൈസ കൂടുന്നു, ക്യാമറ ഉപയോഗിക്കാതെ തന്നെ ക്യാമറയുടെ പൈസ വാടകയും കൂടെ അവരിടുന്നു. പിന്നെ വാടക റെന്റ് വണ്ടിയുണ്ട്. കാര്യം ക്യാമറാമാനെ വിളിക്കാൻ പോകണമെങ്കിൽ തിരുവനന്തപുരമാണ്. അവിടുന്ന് വിളിക്കാൻ പോകണം എണ്ണ, അതിന്റെ റെന്റ്, തിരിച്ച് അവരെ കൊണ്ടുവിടണം. അങ്ങനെ ഞാൻ റെന്റ് വണ്ടിയുമായി ഞാൻ ഈ ക്യാമറാമാനെ ഒരുവിധം പറഞ്ഞ് സെറ്റിലാക്കി. ഫുട്ടേജ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, ഞാൻ പൈസ എങ്ങനെയെങ്കിലും കളക്ട് ചെയ്തിട്ട് വന്ന് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതിനെ മുതലാളി ഭയങ്കര ക്രാഷാണ്. മുതലാളി ലാസ്റ്റ് റെന്റ് വണ്ടിയാണ് എൻ്റെ. ആ റെന്റ് വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ള് ഗേറ്റ് അങ്ങ് അടച്ചു പുള്ളി. അപ്പോൾ ഞാൻ എൻ്റെ മാനസികമായ പ്രയാസം കൊണ്ട്, കാര്യം എനിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പം നിരപരാധിയായ ഞാൻ അതിനകത്ത് പെട്ടുപോയി. കാരണം ഈ ആർട്ടിസ്റ്റുകൾ എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിക്കുമ്പോൾ ചിലരെയൊന്നും കിട്ടത്തില്ല, ചിലരൊക്കെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്,
വണ്ടിയിൽ എണ്ണയില്ല, എനിക്ക് പൈസ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരണം, നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഏറ്റതും, നമ്മൾ പ്രോജക്റ്റ് തുടങ്ങിയതൊക്കെ. അങ്ങനെ എന്തിനു പറയുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ആകെപ്പാട് 600 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. വണ്ടിക്കകത്ത് കുറച്ച് എണ്ണ കിടപ്പുണ്ട്. ഒരു 500 രൂപ കൊടുത്തിട്ട് ഞാൻ എണ്ണ അടിച്ചു തിരുവനന്തപുരത്ത് വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ടയേർഡാണ്. അപ്പം ക്യാമറയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നൊരു പയ്യനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ക്യാമറ ലോഡ്ജിൽ നിന്നൊക്കെ പുള്ളി എങ്ങനെയെങ്കിലും പറഞ്ഞിറക്കി ഞങ്ങൾ തിരുവനന്തപുരം പോകുന്ന വഴിയിൽ കൊല്ലത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു പോലീസുകാർ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി വീണു. ചാടി വീണപ്പോൾ പുള്ളിക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ബെൽറ്റ് ഇല്ല. ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, എനിക്ക് പിന്നെ ബെൽറ്റ് ഇല്ല, പെറ്റി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ആകെപ്പാട് 600 രൂപ ഉണ്ട്. അപ്പോൾ 500 രൂപ എണ്ണ അടിച്ചു, 100 രൂപയാണ് ഞങ്ങളുടെ ചായ കുടിക്കാനുള്ള പൈസയേ ഉള്ളൂ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ വേണം, 500 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഇല്ല. കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. അങ്ങനെ എന്തായാലും പുള്ളി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ലൈസൻസ് ചേരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ലൈസൻസ് ഞാൻ അവിടെ കൊടുത്തു. ക്യാമറ കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവിടുത്തെ മുതലാളി സീനായി. അയാൾ എൻ്റെ റെൻറ്റ് വണ്ടിയാണ്, റെൻറ്റ് വണ്ടിയോട് കൂടിയിട്ട് ഒരു ദിവസം തടഞ്ഞു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ലൈസൻസും പോയി, മാനസികമായിട്ട് വിഷമിച്ചു. ഒരു ദിവസം റെൻറ്റ് വണ്ടി അവിടെ കിടക്കുമ്പോൾ ആ റെൻറ്റ് പിറ്റേന്നത്തേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇവരുടെ എല്ലാം വായിരിക്കുന്ന തെരുവിളി കേൾക്കേണ്ട അവസ്ഥ വരുന്നു. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഒരു സിനിമയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഒരു ചെറിയ ബാധ്യതയായപ്പോൾ ഒരു 10-50 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു കോള് വിളിക്കുമ്പോൾ പലരും എടുക്കുന്നില്ല, പലരും ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാനസികമായ ഒരു വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ പലരും പറഞ്ഞു, സിനിമയ്ക്ക് ഒരു ഫണ്ടായിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഫണ്ട് എല്ലാം സെറ്റായി വരുമ്പോൾ ക്രൗഡിൽ ഒരു പ്രശ്നം വരും. ഈ ക്രൗഡിൽ ചിലപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഇന്നൊരു 500 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു സിനിമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നാളെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ മറിഞ്ഞു പോവുകയാണ്, പിന്നീട് വേറൊരാളെ കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഫണ്ടുകൾ വെച്ചിട്ട് ഷൂട്ടിങ്ങിനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് എല്ലാം ആയിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ കോളനിയോ അല്ലെങ്കിൽ ഔഡി പ്ലസോ ഒന്നും ഇതുവരെ ഷൂട്ട് പോലും കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ ഒരു സിനിമയുടെ ചിത്രീകരണമൊക്കെ പൂർത്തീകരിച്ചത്. പക്ഷെ പൂർത്തീകരിക്കാൻ ഒരു കാരണമുണ്ട്. അവസാനം ക്യാമറ റെന്റ് കൊടുക്കാൻ പോലും പൈസ ഇല്ല. ക്യാമറാമാന് ചായ മേടിച്ചു കൊടുക്കാനുള്ള ഫണ്ടുകൾ തന്നെ കഷ്ടിച്ചില്ലാതെ ബിജുവൊക്കെ ഒരുപാട് ദിവസം, പോത്തങ്കോട് ബിജുവൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ചയോളം പുള്ളിക്കാരൻ ചെറിയൊരു കാനോൻ്റെ ക്യാമറയുണ്ട്, അതൊക്കെ വെച്ച് പുള്ളി ചെറിയ പൈസകളൊക്കെ ഞങ്ങൾ കൊടുത്തു. പക്ഷേ പുള്ളി എന്തായാലും, ഞാൻ പറഞ്ഞു, സാമ്പത്തികമില്ല, ഞങ്ങളുടെ അത്യാവശ്യം വണ്ടിക്ക് എണ്ണ അടിക്കാനും പിന്നെ നമ്മുടെ ഫുഡിനൊക്കെയുള്ള പൈസയാണ് എല്ലാവരും കൂടെ പിരിച്ചു തരുന്നത്. കാര്യം എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരാണ്, അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും എടുക്കാനില്ല. എങ്കിലും ഒരു 5 ലക്ഷം രൂപയോളമായി എല്ലാവരും പിരിച്ചും ഞാനും കടമൊക്കെ പറക്കി ഏകദേശം ഷൂട്ട് അങ്ങനെ തീർത്തു. പിന്നീട് അങ്ങോട്ട് കിടക്കുന്ന പ്രോസസ്സ് അതിൻ്റെ ഡബ്ബിങ്. ആദ്യം റഫ് കട്ട് ചെയ്യണം. ഈ ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ലാത്തതിൻ്റെ പേര് പെൻഡ്രൈവിനകത്ത് 50 GB 100 GB പെൻഡ്രൈവിനകത്ത് ഓരോ എപ്പിസോഡിൽ എടുക്കുന്ന ഷൂട്ടുകൾ ഞാൻ പോയി മേടിക്കും. ചിലപ്പോൾ ക്യാമറാമാൻ അങ്ങ് കൊണ്ടുപോകും. അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നിട്ട് വേണം ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഫുട്ടേജ് എടുക്കാൻ. അങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് 10-12 ഹാർഡ് ഡിസ്കുകളോ ഹാർഡ് ഡിസ്ക് അല്ല പെൻഡ്രൈവുകൾ അതിനകത്തൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫുട്ടേജുകൾ. അങ്ങനെ എല്ലാം കൂടെ പറക്കിയിട്ട് ഒരു പരുവത്തിൽ അതിനിടയ്ക്ക് സമീർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അത് അവരൊക്കെ നമ്മളെ പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രൊഡ്യൂസർ മാറിയപ്പോൾ ശത്രുത വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ പൂജയ്ക്ക് വന്ന ടീമുകളൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കാര്യം നമ്മൾ പുതിയൊരു സിനിമയിൽ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഒരു കഥാപാത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു, അവരെല്ലാം വന്നു. പക്ഷേ പ്രൊഡ്യൂസർ മാറിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇച്ചിരി ക്യാഷൊക്കെ മുടക്കാൻ മനസ്സുള്ള ആൾക്കാർ, കാര്യം ആത്മാർത്ഥത വേണം, ക്യാഷ് മുടക്കാനും കുറച്ച് കഴിവുണ്ടാവണം. കാര്യം നിങ്ങളൊരു അഭിനയിക്കുമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വെക്കുന്ന ക്യാമറ സിനിമ ചെയ്യണമെങ്കിൽ ക്യാമറയ്ക്ക് ഫണ്ട് കൊടുക്കണം. നമ്മളൊരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ വാഹനത്തിന് എണ്ണ അടിക്കണം, വാഹനം വേണം. അതേപോലെ ആർട്ടിൻ്റെ മെറ്റീരിയൽസ്, ബ്ലഡ് നമ്മുടെ കൈ ഒന്ന് ഒരു ആർട്ടിൻ്റെ പ്രോപ്പർട്ടി, അടിക്കുന്ന ഒരു വടിയാണെങ്കിലും പ്രോപ്പർട്ടിയാണത്. അത് ഏകദേശം എറണാകുളമാണുള്ളത്. അത് നമ്മുടെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഫണ്ട്, അതായത് 100 രൂപയുടെ ആർട്ട് സാധനമാണ് എടുക്കുന്നതെങ്കിൽ 100 രൂപയും അവിടെ അടച്ചിട്ടാണ് നമുക്ക് സാധനം തരുന്നത്. എന്നിട്ട് പിറ്റേന്ന് ഒരു ദിവസം വൈകാതെ അന്ന് തന്നെ അവിടെ എത്തിക്കണം തിരിച്ച്. അപ്പോൾ ഷൂട്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വികാസ് വിക്കി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, നല്ല ആക്ടറാണ് പുള്ളി. പക്ഷേ എനിക്ക് ഈ തണുപ്പടിക്കുമ്പോൾ വിറയ്ക്കും കേട്ടോ. പക്ഷേ വികാസ് വിക്കി അന്ന് നാളെ ഷൂട്ടാണ്, ഞങ്ങൾ തലേന്ന് രാത്രിയിൽ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ആർട്ടിൻ്റെ അവിടെ ചെന്നിട്ട് ബൈക്കിലാണ് എറണാകുളം വരെ പോകുന്നത്. ഞങ്ങൾ സാധനമൊക്കെ എടുത്തു, കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. അതിനകത്ത് അവിടെ ചെന്നപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പെറ്റി അടിച്ചു, അതിനും 500 കൊടുത്തു. തിരിച്ച് തുച്ഛമായ പൈസയും കൊണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയം എറണാകുളം മുതൽ മഴ തുടങ്ങുക. കയ്യിലൊരു കെട്ട് പിന്നെ ഇതിരിപ്പുണ്ട്, അതായത് ആർട്ടിൻ്റെ പ്രോപ്പർട്ടി ഇരിപ്പുണ്ട്. അതായത് ഔഡി പ്ലസിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരണം പിന്നെ വലിയത്ത് ആശുപത്രി കരുനാഗപ്പള്ളിയിലും അഴീക്കലുമാണ്. അപ്പോൾ 2 സീൻ ക്രിയേറ്റ് ചെയ്യണം. വലിയത്ത് ആശുപത്രിയിലെ സീൻ കഴിഞ്ഞിട്ട് വേണം ക്ലൈമാക്സ് എടുക്കാൻ നമ്മുടെ ഇവിടേക്ക് പോകേണ്ടത്, ഏതാണ് നമ്മുടെ വലിയ അഴീക്കലേക്ക് പോകേണ്ടത്, അഴീക്കൽ ബീച്ചിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ അന്ന് സാധനം രാത്രിയിൽ എടുത്തുകൊണ്ട് വന്ന ആ ഒരു നിമിഷം തന്നെ
ഭയങ്കരമായ മഴ എറണാകുളത്ത്. ഞങ്ങൾക്ക് കാറിന് പൈസയില്ല, എണ്ണ അടിക്കാനും പൈസയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ബൈക്കിൽ പോകുന്നത്. ബൈക്കിൽ ഞാൻ ഒരു കെട്ട് ആർട്ടിന്റെ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് ഞാനിരിക്കുകയാണ്. വികാസ് വണ്ടി ഓടിക്കുന്നു. വികാസൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാര്യം അവഡി പ്ലസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം എറണാകുളത്ത് നിന്നും ഏകദേശം നമ്മുടെ കരുനാഗപ്പള്ളി വരെയും മഴ നനഞ്ഞുകൊണ്ട് പുള്ളി വണ്ടി ഓടിച്ചു. അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവഡി പ്ലസിൽ വലിയ ആശുപത്രി തന്നെ ഏകദേശം 2 3 ആഴ്ചകൾക്ക് മുമ്പേ അവിടെ ചെന്ന് പറഞ്ഞിട്ടും ഇതിന്റെ മാനേജർ അതിനെ മുതലാളി അടിക്ക് ഇതൊന്നും ഉണർത്തിയിട്ടില്ല. കാര്യം കോവിഡ് ടൈമാണ്. ഈ കോവിഡിൽ മറ്റുള്ള പ്രത്യേകിച്ച് വലിയൊരു ആശുപത്രിയാണ്. ഒരു കാരണവശാലും പെർമിഷൻ കൊടുക്കത്തില്ല. അവരുടെ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്തായാലും ഞാനങ്ങനെ ഷൂട്ടിന്റെ ആ ദിവസമായപ്പോൾ ഞങ്ങളങ്ങ് ചെന്നു. പെർമിഷൻ എല്ലാം ഓക്കെ ആണ്. 2 3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഓക്കെ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആ സമയമായപ്പോൾ ഞാനങ്ങ് ചെന്നു. പക്ഷേ ഒരു കാരണവശാലും പെർമിഷൻ എടുത്തിട്ടില്ല. അവര് ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മടിക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നയാ നിങ്ങൾ വന്നാൽ മതി നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അവസാനം ഞാൻ കണ്ടുള്ള ഷമീർ അദ്ദേഹം ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹമാണ് അവഡി പ്ലസ് അങ്ങനെങ്കിലും ഉണ്ടാവാനുള്ള കാരണം. GK, ബെൻഹർ, സമീർ, ജുബൈർ, അങ്ങനെ സജിത്ത് ഇക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സിനിമ വലിയ ഹിറ്റായി ആൾക്കാരൊന്നും അറിഞ്ഞില്ല എങ്കിലും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ചെറിയ ഒരു സിനിമ എന്ന് പറയുന്ന നമ്മളെ ഈ ഒരു ഡ്രീം അവഡി പ്ലസ് എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് തീർച്ചയായിട്ടും സഫലമായത്. അതെന്തോ ആയിക്കോട്ടെ, അതിപ്പം നമുക്ക് ബാഹുബലിയാണ്. ഞങ്ങൾ അവഡി പ്ലസിന്റെ ടീമുകൾ കുറച്ച് പേർക്കെങ്കിലും ബാഹുബലിയാണ്. പിന്നെ ഈ ബാഹുബലി കണ്ട് തലയിൽ കയറി പോയ ആൾക്കാർ പതേർ പഞ്ചാലി കണ്ടു കാണത്തില്ല. അതുകൊണ്ടാണ് ഇവര് നമ്മുടെ സിനിമയെ വാല്യൂ കുറച്ചും മറ്റുള്ള സിനിമകളെ ഹൈലൈറ്റ് ആയിട്ടും കാണുന്നത്. നമുക്കും ബാഹുബലി ചെയ്യാം. കുറച്ച് പണവും കാര്യങ്ങളും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഉള്ള ടീമുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ AI സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നില്ലേ, നമുക്ക് സിനിമ ചെയ്യാം. അപ്പോൾ ഇന്ന് വരെയുള്ള എല്ലാ ലാൽ ജോസും കമലും ഒക്കെ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന മലയാളത്തിന്റെ ഒരു ശൈലിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അവരുടെ ശൈലി അതാണ്. പക്ഷേ ബാഹുബലിയുടെ ഡയറക്ടറിന്റെ പേര് ജസ്റ്റ് അങ്ങ് വിട്ടുപോയി. ആ അദ്ദേഹത്തിന്റെ കഴിവാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള സംവിധായകരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. കാരണം അവർ ആക്ഷൻ കട്ടും പറഞ്ഞ് അവരുടെ റോൾസ് അതാണ്. കാര്യം രാജമൗലിയുടെ പവർ രാജമൗലിക്കേ ഉള്ളൂ, കമലിന്റെ പവർ കമലിനേ ഉള്ളൂ, ലാൽ ജോസിന്റെ പവർ ലാൽ ജോസിനേ ഉള്ളൂ, മനാഫിന്റെ പവർ അതായത് എന്റെ പവർ എനിക്കേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ദൈവം അവരുടേതായ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് വികസിപ്പിച്ച് എടുത്തുകൊണ്ട് വരാൻ നോക്കുക. അല്ലാതെ മറ്റവന്റെ കണ്ട് നമ്മളെ വിലയിരുത്താൻ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ തന്നെ ആദ്യം ഹൈലൈറ്റ് ചെയ്യുക. അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുക. എങ്കിലേ സക്സസ് ആവുള്ളൂ. അല്ലാതെ അതാണോ സിനിമ ഇതാണോ സിനിമ മറ്റേയാണെന്ന് വെച്ചാൽ അങ്ങനെ പോത്തതേ ഉള്ളൂ. അപ്പൊ അതെന്തൊക്കെയായാലും നഷ്ടങ്ങളുണ്ടായ വഴികളാണ്. ആദ്യത്തെ ഷൂട്ടിന്റെ കുറെ സംഗതികൾ എടുത്തു കളഞ്ഞു. അവസാനം പ്രൊഡ്യൂസർ ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ ആർട്ടിസ്റ്റുകൾ വന്നു. അവരെല്ലാം വേഷം ആഗ്രഹിച്ചു. കുറച്ച് പേര് രണ്ട് ദിവസം സിനിമയിൽ അഭിനയിച്ചു. പക്ഷെ എന്നിട്ട് ഇവരുടെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം മാറ്റി പുതിയ കഥാപാത്രത്തിനെ എടുക്കേണ്ടി വന്നു. കാര്യം അവഡി പ്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവാൻ ഇനി പൈസ ആണ് മുഖ്യം. ഒരാളും തരാനില്ല. എന്നാൽ എന്റെ കയ്യിലൊട്ടു ആസ്തി ഉണ്ടോ, എന്റെ കയ്യിലും പൈസയില്ല. കോവിഡിന് സമയം വീട് വെച്ച് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഒരാളെ കണ്ടുകൊണ്ട് ഇറങ്ങിയാണ്, അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് ട്രാപ്പിലായി എന്ന് സത്യം പറയാം. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്ത് നിർത്തി 20 ദിവസം കൊണ്ട് തീരേണ്ട മൂവി ഏകദേശം 2 വർഷം കൊണ്ട് സിനിമ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് കുറച്ച് പൈസ ഷോർട്ടായി വന്നപ്പോഴത്തേക്കിന് ഞാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സമീർ പടത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാരിപ്പള്ളിയിലുള്ളതാണ്. അപ്പൊ അദ്ദേഹം സിനിമ കലിപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട്. പുള്ളി നല്ല ആക്ടറാണ്, പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളി പൂജയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി, ജുബൈറും ഒക്കെ ആയിട്ട് കമ്പനിയായി. അതിന്റെ കെയർ ഓഫിൽ വന്ന ഒരു സുഹൃത്താണ് നമ്മുടെ ബെൻഹർ. നല്ല ഒരു ആക്ടറാണ് ബെൻഹർ, സജീവ്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം ചെറിയ ഷോർട്ട് ഫിലിം ഇറക്കി 5 ലക്ഷം രൂപയോളം ഷോർട്ട് ഫിലിം ഒക്കെ ഇറക്കിയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാര്യം അവർക്കത് റിലീസ് വലുതായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയൊരു ഇൻവെസ്റ്റ് ഇതിനകത്ത് നമ്മൾ നമുക്ക് ഒരുമിച്ച് നിന്ന് സിനിമ ചെയ്യാം, എന്തെങ്കിലും ലാഭം കിട്ടിയാൽ എടുക്കാമല്ലോ. അങ്ങനെ എന്തായാലും 1 ലക്ഷം രൂപയോളം അദ്ദേഹവും ഇൻവെസ്റ്റ് ചെയ്തു. അവർ 2 3 പേരും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. എന്തായാലും ഞങ്ങൾ അതിനകത്തൊരു കഥാപാത്രം കൊടുത്തു. ഒരാൾക്ക് കഥാപാത്രം കൊടുക്കാന്ന് പറഞ്ഞാൽ 2 പേർക്കും പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രം കൊടുത്തു. ആദ്യം സജീവ് കായിക്ക് ചെറിയൊരു പോലീസിന്റെ വേഷമായിരുന്നു. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ളവരൊന്ന് ചെറിയ ഫണ്ടുകൾ ഇട്ടപ്പോൾ സജീവ് പറഞ്ഞേ, അതെ എനിക്ക് ചെറിയ വേഷം തന്നിട്ട് ഞങ്ങൾ ഫണ്ട് തരുന്നുണ്ട്, അപ്പം എനിക്ക് മെയിൻ വേഷം തന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ, ഇത് ചെറുപ്പക്കാരുടെ ഒരു സംഭവമാണ്, എന്നാലും ഒരു ഫണ്ണി കഥാപാത്രമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് ഞാനങ്ങ് മറന്നു. എന്തായാലും അവഡി പ്ലസിൽ അത്യാവശ്യം നല്ലൊരു ഫണ്ണി കഥാപാത്രം, ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ എന്ത് പറഞ്ഞാലും അത് നമ്മുടെ കൂട്ടത്തിലും കാണും. അപ്പൊ അങ്ങനെ ഒരു കോമേഡിയൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു സജീവ് കടൻ. അതേപോലെ തന്നെ ബെൻഹറും നല്ല കഥാപാത്രമായിരുന്നു. പിന്നെ അതിനകത്ത് SI ആയിട്ട് ചെയ്തേക്കുന്ന സാംജി നജൂബ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അതിനകത്ത് ഹീറോ ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നായികയായിട്ട് വന്നേക്കുന്നത് സാന്ദ്രയാണ്. സാന്ദ്ര തോമസ് നമ്മുടെ കായംകുളം ഉള്ളതാണ്. പുള്ളി അത്യാവശ്യം നല്ല ഇരുനിറമാണെങ്കിലും നല്ല ആക്ട് ചെയ്യുന്ന കുട്ടിയാണ്, ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്. പിന്നെ ഇതിനകത്ത് അനുഗ്രഹമായതെന്ന് വെച്ചാൽ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഇന്ദുലേഖ പണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി അത്യാവശ്യം നമ്മുടെ ഈ അവഡി പ്ലസ് വെടി എന്ന് പറയുമ്പോൾ കാൾ ഗേളിന്റെ ഒരു സംഭവം ആയതിന്റെ പേരിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഒരുപാട് പെൺകുട്ടികളൊന്നും പ്രത്യേകിച്ച് കല്യാണം കഴിയാത്ത കുട്ടികളൊന്നും ഇതിനകത്തേക്ക് വരില്ല. കാര്യം കാൾ ഗേളിന്റെ ഒരു സംഭവം ആകുമ്പോഴത്തേക്കും വെടി അത് മോശം. പക്ഷേ ആ കുട്ടി അത് ഏറ്റെടുത്തു എന്നുള്ള ആ കഥാപാത്രത്തിന്റെ സീരീസ് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരും അവരും ഏറ്റെടുത്തു. തീർച്ചയായിട്ടും അത് ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കാളൊക്കെ സ്ട്രഗിൾ ഞാനും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങളുടെ സെമി ഒരു ബംഗ്ലാകുന്ന് എന്ന് പറയുന്ന പാരുപ്പള്ളിക്ക് കിഴക്കുള്ള ഒരു ടീമൊക്കെ ആയിട്ട് മുട്ടിച്ചു വന്നു. അങ്ങനെ അവരുടെ അടുത്തുള്ള ഒരു സൈറ്റാണ് ഈ ബംഗ്ലാകുന്ന്. എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പഴയ ഒരു കൊട്ടാരമാണ്. അതായത് സായിപ്പന്മാർ പണിഞ്ഞിട്ടേക്കുന്ന പഴയ പാറ കൊണ്ട് മാത്രം അടുക്കി വെച്ചേക്കുന്ന ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു കൊള്ളസങ്കേതമൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. ഇവരാണ് അവിടേക്കാണ് ജികെയും നടിയും വെടിയും ഈ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് ട്രാപ്പിലാവുന്നതും സ്വാമിജി എന്ന് പറയുന്ന SI വന്നിട്ട് ഇവരെ പൊക്കുന്നതും കാർ മുതലാളി വന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഔഡി പ്ലസിനകത്ത് എൻ്റെ ലൈസൻസ് പോലീസുകാർ പിടിച്ചു വെച്ചു. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി എടുക്കുന്നത്. അതിനുശേഷം കാറ് പിടിച്ചു വെച്ചു, റെൻ്റൽ കാർ. അതിനുശേഷം അവരുടെ വായിരിക്കുന്ന തെറി കേൾക്കുന്നു. എനിക്ക് ശത്രുക്കളുണ്ടാവുന്നു. ശത്രുക്കൾ നമ്മളെന്താണ് ചെയ്തത്? ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ മാറിപ്പോയി. പിന്നെ ആ സിനിമ ഇറക്കണ്ടേ? അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് നിന്നായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 10ഓ 500ഓ ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട് 14 ജില്ലയിലായിട്ട്. ഇവരെല്ലാം ചേർന്ന് നിന്നെങ്കിൽ ഈ 2 സിനിമകളിൽ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. വളരെ സന്തോഷമായിട്ട് തന്നെ പുതിയ പുതിയ പ്രോജക്റ്റുകളെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ ഇവരൊക്കെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ നമ്മളെ മോശക്കാരനാക്കി, പൊട്ടനാക്കി, വട്ടനാക്കി. പക്ഷേ മനാഫ് കണക്ട് ചെയ്ത് കൊടുത്ത ആ പൂജയ്ക്ക് വന്ന എല്ലാ ടീംസുകളുണ്ട്. ഔഡി പ്ലസിനകത്ത് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ബന്ധങ്ങളുണ്ടായ ഒരു പ്രൊഡക്ഷനാണ് DK പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും 14 ഭാഗത്തു നിന്നും 14 നാട്ടിൽ നിന്നും ഒരുമിച്ച് വന്ന എൻ്റെ പ്രൊഡക്ഷനിൽ എൻ്റെ സിനിമയിലെ അണിയറ ശില്പികൾ, അതായത് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പരസ്പരം നല്ലത് പറയാനും മോശം പറയാനും ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഔഡി പ്ലസ് DK പ്രൊഡക്ഷനിലാണ്. അപ്പോൾ അവിടെ വെച്ച് മോശം പറയുന്ന അവരെല്ലാം ഒന്നായി. അവസാനം നല്ലത് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരും ഒന്നായി. അങ്ങനെ പിന്നീട് പല പല വർക്കുകളും പരസ്പരം അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ബന്ധങ്ങളുണ്ടായി, വിളിക്കാനും പോകാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ അവരൊരു പ്രത്യേക ലോകം സൃഷ്ടിച്ചു. നമുക്ക് പിന്നെ അതൊന്നുമല്ല ലക്ഷ്യം. കാര്യം ഈ ഷൂട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും തീർക്കണം. തീർത്തിട്ട് നമുക്കത് എഡിറ്റിങ്ങിലേക്ക് പോകണം. ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച് അപ്പോഴേ പോകും. ചിലപ്പോൾ ഡബ് ചെയ്തു, ചിലപ്പോൾ ഡബ് ചെയ്യാനും വിളിക്കത്തില്ല. നമുക്ക് പിന്നെ ഡബ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തണം, അതിൻ്റെ ഫണ്ട് കണ്ടെത്തണം, പിന്നെ ഇതിൻ്റെ BG ഫോളി, പിന്നെ ഇതെങ്ങനെ റിലീസ് ചെയ്യും, ഏത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം, ഇതിൻ്റെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, അങ്ങനെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്നും സമയമില്ല. എന്തായാലും ബിജുവേട്ടനൊക്കെ കുറച്ച് ഫണ്ടൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ അവസാനം പാക്കപ്പ് ഞങ്ങൾ കരുനാഗപ്പള്ളി സിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് പാക്കപ്പ് ചെയ്തിട്ട് അവസാനം ഞങ്ങളുടെ കയ്യിൽ ക്യാമറാമാന് വണ്ടിക്കൂലി കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ബിജുവണ്ണൻ ഞങ്ങളുടെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. ആ ബിജുവണ്ണൻ്റെ ആ ഒരു സഹകരണവും കാര്യങ്ങളൊക്കെയാണ് ഔഡി പ്ലസ് ഇറങ്ങാനുള്ള ഒരു കാരണം. അതേപോലെ തന്നെ സജീബ്, ബെൻഹർ, കണ്ടുള ഷമീർ, ബെക്കർ റബി, അങ്ങനെ പറയുന്നത് എനിക്കറിയാം. ഷൈൻ ഡാനിയൽ സിംഗർ, അവരുടെ എല്ലാം ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഒരു പ്രോജക്റ്റ് റിലീസാവുന്നത്. അപ്പോൾ ശത്രു ഉണ്ടായതിൻ്റെ കാരണം ഞങ്ങളെ ആദ്യം വിളിച്ചു, ഞങ്ങൾക്ക് അവസരം തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ സംഭവമെല്ലാം അവർ അറിയുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് ശത്രു ഉണ്ടാവുന്നതും മാനസികമായിട്ട് അതും അന്നും മുതൽ ഇന്ന് വരെയും കുറേ ആൾക്കാരൊക്കെ ആ ശത്രുത മനോഭാവത്തിലാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡും കൂടെ ഔഡി പ്ലസിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. എന്തായാലും ഇപ്പോൾ 23 മിനിറ്റായി. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കുറച്ച് കഥകൾ ഇത് റിലീസാവുന്നതും പിന്നെ ശേഷമുള്ള മറ്റു കാര്യങ്ങളും ഔഡി പ്ലസിൻ്റെ ഒരു എൻ പോർഷനിലേക്ക് പോകുന്ന ഒരു പോർഷൻസും കൂടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ.